എങ്ങനെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ സർപ്രൈസ് വിസിറ്റ്? കരിമ്പിൻ ജ്യൂസിൽ പഞ്ചസാര ഇട്ട് കുടിപ്പിക്കുന്ന ടൈപ്പാ. അതെന്താ അത്? ഈ സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയില്ലേ, അതാണ്. ഡെയിലി ഒരു 12 പ്രാവശ്യം വിളിക്കും. ചേച്ചി, നമുക്ക് ആകപ്പാടെ കിട്ടുന്നൊരു സൺഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? അപ്പോഴാണ് കോഴിക്കോട്ട് നിന്ന് ബൈക്കെടുത്തുള്ള വരവ്. എൻ്റെ ഫുൾ ഡേ വേസ്റ്റായി. നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? അന്ന് അത്ര ബോധമില്ലേ ഉള്ളൂ. ഇപ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് കെട്ടിയാൽ മതിയായിരുന്നു എന്ന്. കണ്ട് ബോറടിച്ചു തുടങ്ങി. ഇവിടെ പിന്നെ നേരെ തിരിച്ചാണല്ലോ. 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നന്ദേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ തമ്മിൽ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരു മൊമെന്റ് വന്നു. വീട്ടുകാരോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാനാകെ കൺഫ്യൂസ്ഡായി. അപ്പം നന്ദേട്ടൻ പറഞ്ഞു, നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാനേ പറ്റൂന്ന്. അടുത്ത ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറ്റം പറയാൻ പറ്റില്ല. ഇത് കേട്ടാൽ ആരായാലും ഇറങ്ങിപ്പോവും. ആദ്യമൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പിന്നെ മോള് വന്നു. അപ്പൊ അവളായി താരം. മോക്കെല്ലാം നന്ദേട്ടനായിരുന്നു. ശരിക്കും ഒരു അമ്മ നോക്കുന്നത് പോലെ. പാല് കൊടുക്കാൻ വേണ്ടി മാത്രം എൻ്റെ എത്തിരും. ആ ആളാ അവളെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് 15 കൊല്ലം ദുബായി പോയി നിന്നത്. ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അടക്കം പറിച്ചിലും തമാശയ്ക്ക. പക്ഷെ അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ പെയിന്. ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോഴെനിക്കിങ്ങോട്ട് വരേണ്ടി വന്നത്. അതുകൊണ്ട് കരിമ്പിൻ ജ്യൂസിനോട് പറ മധുരം അല്പം കുറച്ചിട്ടാൽ മതിയെന്ന്. കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ഈ ബൈക്ക് ഓടിച്ചിട്ടുള്ള വരവായിരിക്കും ഫാത്തിമ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹോർലിക്സ് കുപ്പിയുടെ ഫോട്ടോ അയച്ചിരിക്കുക. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അധികം ദൂരം എത്തിണ്ടാവില്ല. കുട്ടിയെ, നീ ഒരു കാര്യം ചെയ്യേ. സാറ് വരക്ക് ടൈം ആച്ചേ. നീ സീக்கிரம் പോയി அந்த கம்ப்யூட்டர் இருக்கிற டேபிள் இல்ல, அது க்ளீன் பண்ணு. எனக்கு வெளியே கொஞ்சம் வேலை இருக்கு. ஜி சார். आपका गार्डन बहुत मनोहर है. मैं वो पू देख रहा था. मुझे माफ कीजिए सब. ओह सॉरी, माफ कर अंकल. ഞാൻ ബംഗാളിയല്ല, വാഴക്കാലുള്ള ഒരു മലയാളിയാ. എൻ്റെ അച്ഛൻ വക്കീല്, അമ്മ ഹൗസ് വൈഫ്, ചേച്ചി MBBS സ്റ്റുഡൻറ്റ്. ഞാൻ എൻട്രൻസ് 3 കൊല്ലമായി റിപ്പീറ്റ്. ഇതല്ലാതെ വേറൊരു പ്രാരാബ്ദം എനിക്കില്ല. ഞാനോ പറഞ്ഞ ഒരേ കോച്ചിങ് സെൻറ്ററില്ല. പക്ഷെ അവളേക്കാൾ 3 വയസ്സ് മൂപ്പുണ്ട് എനിക്ക്. വൈ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇമ്പ്രസ് ചെയ്യാതെ അവള് പരിഗണിക്കൂല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് സാർ. എന്നെ കൊല്ലരുത്. പണി നടക്കട്ടെ. നീ വേണ്ട ഇവിടെ ഇരിക്ക്. അച്ഛാ, ഇനി ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ. നല്ല ഉഗ്രം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയാണ്. ഇതെന്ത് പറ്റി? മൂഡ് ഓഫാ? ഇവിടെ വന്നിരുന്നേ. ഇന്ന് ഞാൻ ആ രവീന്ദ്ര ചതോപാധ്യായ പിരിച്ചുവിട്ടു. വിചാരിച്ച പോലെയല്ല, അവൻ മഹാകള്ളനാ. അച്ഛനല്ലേ പറഞ്ഞു അവൻ ഭയങ്കര സ്മാർട്ടാണ്. സ്മാർട്ടാ? ഓവർ സ്മാർട്ട്. നിന്നെ പോലെ തന്നെ.
രണ്ടാളും കൂടി എന്നെ ശരിക്കും പൊട്ടനാക്കി. അച്ഛൻ അതിന് എന്നെ ബ്ലെയിം ചെയ്യണ്ട. അവിടെ ജോലിക്ക് ചേർന്ന് അച്ഛനെ ഇംപ്രസ് ചെയ്യാന്നുള്ളത് അവന്റെ മാത്രം ഐഡിയ ആയിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ അച്ഛനോടൊന്ന് സൂചിപ്പിക്കാതിരുന്നത്? അതൊരു ഫ്രണ്ടിന്റെ തമാശയായിട്ട് ഞാൻ കരുതിയുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ അവനെ ഒറ്റിക്കൊടുക്കുക? സ്വന്തം അച്ഛനെ വിഡ്ഢിയാക്കുന്നതാണോ തമാശ? അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നത്? അവനങ്ങനെ ശല്യക്കാരനൊന്നല്ല. അപ്പോ നിനക്ക് ഞങ്ങളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഇങ്ങനൊരു പയ്യൻ പുറകടക്കുന്ന കാര്യം, അല്ലെ അവനിങ്ങനെ ഒരു വേഷം കെട്ടുന്ന കാര്യമൊക്കെ ഞങ്ങളോടും തുറന്നു പറഞ്ഞൂടെ? എങ്കിൽ ഞങ്ങളത് എൻജോയ് ചെയ്യില്ലേ? ഇതിന് മാതിരി കളിയാക്കുന്ന പോലെ ആയില്ലേ? അച്ഛൻ എന്താ എന്നെ തീരെ വിശ്വാസമില്ലാത്ത പോലെ? എങ്ങനെ വിശ്വസിക്കാപ്പൂ? കമ്പനിയിൽ വെച്ച് ഞാൻ അവരെ നേരിട്ട് പരിചയപ്പെടുത്തിയതല്ലേ. അപ്പൊ പോലും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിച്ചു. ഇതൊരൊറ്റ ദിവസം മാത്രം തമാശയല്ലല്ലോ. ഇന്ന് നിങ്ങൾ ചാറ്റ് ചെയ്തില്ലേ? നിന്റെ ഫോണും എടുക്കുക. ആരൊക്കെയാണ് നിന്റെ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ഒരാളുടെ പ്രൈവസി കയറി ഇടപെടാൻ വേറെ ആർക്കും അവകാശമില്ല. വേറെ ആരുമല്ലല്ലോ, ഞാൻ നിന്റെ അച്ഛനല്ലേ. വിട്. അപ്പു വിടാനാ പറഞ്ഞത്. ഏയ് വിട് അപ്പു. അപ്പു, അപ്പു, നീ ഇതെങ്ങോട്ടാ? എന്നെ വിശ്വാസമില്ലാത്ത അച്ഛൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അപ്പു, വണ്ടി എടുക്കരുത്. ഈ വണ്ടി എടുക്കാൻ എനിക്ക് അച്ഛൻ്റെ പെർമിഷൻ ആവശ്യമില്ല. ഇത് എന്റെ അമ്മയുടെ വീട്ടുകാർ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതാ. പറ്റില്ല മോളെ. ഇല്ല, പക്ഷേ വണ്ടിയുടെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു. അയാള് തെറിച്ച് വീഴുന്ന ഞാൻ കണ്ടു. അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോണേ? ആദ്യം ആശുപത്രി കൊണ്ടുപോകാൻ വാ. അപ്പൊ പോലീസ് കേസ് ആവില്ലേ? എനിക്ക് ലൈസൻസ് ഇല്ല. അതിന് വണ്ടി ഓടിച്ച് നീയല്ലല്ലോ, ഞാനാ. അങ്ങനെ പറഞ്ഞാ മതി. വാ. അതിന് അച്ഛന് ഇവിടുത്തെ ലൈസൻസ് ഉണ്ടോ? ആള് ഹാപ്പിയാണ്.
ക്ഷമിക്കണം, ആരാ ഏതാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അറിയാതെ പറ്റിപ്പോയതാ. മാപ്പാക്കണം. എന്ത് വേണേലും ചെയ്യാം. ನಾನು ಅದಕ್ಕೆಲ್ಲ ಒಪ್ಪಲ್ಲ. ಸಾಧ್ಯನೇ ಇಲ್ಲ. ನಾನು ನಿಮ್ಮ ಮನೆಗೆ ಬಂದು ಊಟ ಮಾಡದೆ ಹೋದ್ರೆ ನಿಮ್ಗೆ ಇಷ್ಟ ಆಗತ್ತಾ? ನೀವು ನಮ್ಮ ಮನೆಗೆ ಬಂದು ಊಟ ಮಾಡದೆ ಹೋದ್ರೆ ನನಗೆ ಇಷ್ಟ ಆಗತ್ತಾ? ಏನೋ ಮಾಡಿರೋದು ಒಂಚೂರಾದ್ರೂ ತಿನ್ಕೊಂಡು ಹೋಗಿ. ಕೋಕಿಲ, ಹೇಗಿದೆಯಮ್ಮ? ಚೆನ್ನಾಗಿದೆಯಾ? ಇಷ್ಟು ದಿನ ಆಯ್ತು ನಿನ್ನನ್ನು ನೋಡಿ. ಶಾಲೆಗೆ ಹೋಗ್ತಿದ್ಯಾ ತಾನೆ? അമ്മക്ക് ಏನೋ ತೊಂದರೆ കൊടുത്തില്ല തന്നെ? ഡോക്ടർ, അയാൾക്ക് ബോധം വന്നു. പക്ഷെ എന്തൊക്കെയോ പറയുന്നു, അതും ഏതൊക്കെയോ ഭാഷയിൽ. അത് പേടിക്കണ്ട, സ്കാൻ നോർമൽ ആണല്ലോ. ഇതൊരു പോസ്റ്റ് കൺകഷൻ സിംറ്റം ആണ്. ചെറിയൊരു മെമ്മറി ലോസ് ഉണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിലും ശരിയാവാം. 2 ദിവസം വെയിറ്റ് ചെയ്യേ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ಬಾನಿಗೊಂದು ಎಲ್ಲೆಯಲ್ಲಿದೆ, ನಿನ್ನಾಸೆಯಲ್ಲಿ ಕೊನೆ ಇದೆ, ಏಕೆ ಕನಸು ಕಾಣುವೆ, ನಿಧಾನಿಸು ನಿಧಾನಿಸು. ಬಾನಿಗೊಂದು ಎಲ್ಲೆಯಲ್ಲಿದೆ, ನಿನ್ನಾಸೆಯಲ್ಲಿ ಕೊನೆ ಇದೆ, ಏಕೆ ಕನಸು ಕಾಣುವೆ, ನಿಧಾನಿಸು ನಿಧಾನಿಸು. ಆಸೆ ಎಂಬ ಬಿಸಿಲು ಕುದುರೆ ಏಕೆ ಏರುವೆ, ಮರಳುಗಾಡಿನಲ್ಲಿ ಸುಮ್ಮನೇಕೆ ಅಲೆಯುವೆ, ಅವನ ನಿಯಮ ಮೀರಿ ಇಲ್ಲಿ ಏನು ಸಾಗದು, ನಾವು ನೆನೆಸಿದಂತೆ ಬಾಳ್. ಬನ್ರಿ ಒಳಗೆ ಬನ್ನಿ, ಕೂತ್ಕೊಳ್ಳಿ. ഇന്നലെ കൈക്ക് വേദന, പെയിൻ. ಕೈ ನೋವೇನಿಲ್ಲ, ಹೇಗಾಯ್ತು ಅಂತ ನೆನಪಿಲ್ಲ ಅಷ್ಟೇ, ತೊಂದರೆ ಇಲ್ಲ. ഇത് എങ്ങനെയാ പറ്റിയെന്ന് ഓർമ്മയില്ലാന്ന്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഓഹോ. ಕೋಕಿಲ ಮಗಳೇ, 2 ಗ್ಲಾಸ್ ಟೀ ಮಾಡ್ಕೊಡಮ್ಮ ಅವ್ರಿಗೆ. ಹೋಗು, ಬನ್ನಿ, ನೀವು ಬಂದು ಕೂತ್ಕೊಳ್ಳಿ. ഇല്ല, ഞാൻ വരാം. ಅದೇ ಬನ್ನಿ ಕೂತ್ಕೊಳ್ಳಿ, ಅವ್ರು ಮಾಡ್ಕೊಂಡ್ ಬರ್ತಾರೆ. ഒരു മിനിറ്റ്. ಯಾಕೆ? ഇതെപ്പോ എണീറ്റു? കുറേ നേരമായി കോകില കോകില എന്നുള്ള വിളി കേട്ടപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കിയേ. അപ്പൊ പറഞ്ഞു ചായ വേണമെന്ന്. പിന്നെ ഇത്രയും നേരം എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അയാളുടെ മോളാണ് ഇത്ര. കോകില. ചെല്ല്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? അല്ലെങ്കിൽ അത് വേണ്ട. അച്ഛാ, വേറെ ഷർട്ട് വേണം. ഈ സൈസിൽ ഷർട്ട് എന്റെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുക്ക. അച്ഛാ, ഇനിയിപ്പോ ശരിക്കും വട്ടായിരിക്കുവോ? എന്തായാലും റിസ്ക് എടുക്കണ്ട. നമ്മൾ പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതൊക്കെ ആകെ പുലിവാലാവുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും കൂടി കുടുങ്ങും. ഇതിപ്പോ ഡോക്ടർ പറയുന്ന പോലെ മെമ്മറി ലോസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാന്ന്. അച്ഛാ, ഇത് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഒരു വൈൻ ഷോപ്പിലെ ബില്ല്. മേഘന വൈൻസ്, അർത്തനഹള്ളി. ಗೇರ್ ಗೇರ್ ಮಂಗಣ್ಣ, ಬಾಳೆಹಣ್ಣುಂಗಣ್ಣ. സാർ നമസ്കാരം. ನಮಸ್ಕಾರ. ಬಾಳೆಹಣ್ಣು? പഴം വേണ്ട, കഴിച്ചോളൂ. കർണാടക. ಜೈ ಕರ್ನಾಟಕ. ജയ് കർണാടക. കർണാടകത്തിലെ ഒരു സ്ഥലം അർത്തനഹള്ളി. അർത്തനഹള്ളി. ഞാൻ പറഞ്ഞില്ലേ സാധനം കിട്ടും. അർത്തനഹള്ളിയില് വൈൻസ്. ഓ, ഗുണ്ടാ. നാവ് റെഡി. അതെ, ഞാൻ പോയിട്ട് കുറച്ച് ബ്രാൻഡ് മേടിച്ചിട്ട് വരാം. അച്ഛനൊന്നും മിണ്ടായിരുന്നേ. ഇപ്പൊ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അർത്തനഹള്ളിയില് മേഘന വൈൻസ്. ಏನ್ ಹೇಳ್ತಿದ್ಯಮ್ಮ? ಅರ್ಥ ಆಗ್ತಿಲ್ಲ ನನಗೆ, മനസ്സിലായില്ലേ? ഇനി ഇയാൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? പണ്ടാറടങ്ങാൻ. അർത്തനഹള്ളിയില് മേഘന. മുട്ടാള കടന്ന് കിണിക്കാതെ അച്ഛനെ ഫോൺ എടുത്തു. ಅವಳಿಗೆ ಬೈಬೇಡ, ಅವಳು ನನ್ನ ಮಗಳು. അച്ഛൻ്റെ ഫോണൊന്നും ഒരു ഫോട്ടോ എടുത്തോട്ടെ. ಫೋಟೋ ಸೆಲ್ಫಿ. ಅಚ್ಚ, എൻ്റെ അച്ഛൻ. ಅಚ್ಚ.
ಅರ್ತನಹಳ್ಳಿ? ಹೌದು. ಇಯಾಳರಿಯೋ? ಗೊತ್ತಿಲ್ಲ. അല്ല, ഇയാൾ ഇവിടുത്തുകാരനാണോ എന്ന് അറിയാനാ? അണ്ണാ, ಸರ್ ಬನ್ನಿ, ಕಾಫಿನ ಟೀನಾ ಸರ್? ഇയാളറിയോ? ಸರ್ ನಾವು ಬಡವರು ಸರ್, ತೊಂದರೆ ಕೊಡ್ಬೇಡಿ, ಹೊರಟೋಗ್ಬಿಡಿ ಸರ್. അതല്ല, ഇയാൾ ഇവിടുത്തുകാരനാണോ എന്ന് അറിഞ്ഞാൽ മതി. ಸರ್ ದಯವಿಟ್ಟು ಬಿಟ್ಬಿಡಿ ಸರ್, ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್ ಅವ್ನು ಯಾರು ಅಂತ ಸರ್. ಸುಮ್ಮನೆ ಹೋಗಿ ಸರ್, ಭಯ ಆಗ್ತೈತೆ ಸರ್, ಅವ್ನು ಸರಿ ಇಲ್ಲ ಸರ್. ಹೋಗಿ ಸರ್ ನೀವು ಸರ್, ಪ್ಲೀಸ್ ಸರ್, ನಮ್ಗೆ ತೊಂದರೆ ಕೊಡ್ಬೇಡಿ, ಹೊರಟೋಗ್ಬಿಡಿ ಸರ್. ಸರ್ ಪ್ಲೀಸ್ ಸರ್, ದಯವಿಟ್ಟು ಹೊರಟೋಗಿ ಸರ್. ഇയാൾ ആരാന്നൊന്ന് പറയാൻ പറ്റുമോ? ರೀ ಸ್ವಾಮಿ ಯಾವಾಗ ರೀ ಬೆಳಗ್ಗೆನೆ ಬಂದ್ಬಿಟ್ರಿ ಇಲ್ಲಿ ನಮ್ಮ ನೆಮ್ಮದಿ ಹಾಳು ಮಾಡೋದಕ್ಕೆ. ಗುರು ಹೋದ್ರು. ഭാഗ്യം, മലയാളിയാ. എന്താ അറിയേണ്ടത്? ഒരാളെ കുറിച്ചൊന്നും അറിയാനാ. ആരോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. സാർ പോലീസാണ്. അതൊന്നുമല്ല. ചേട്ടൻ അറിയോ ആരെന്ന്? ഇത് ഗരുഡ നായിക്, ഈ അർത്തനഹള്ളിയിലെ ഏറ്റവും വലിയ ഗുണ്ട. ഈശ്വര, പോലീസുകാർക്ക് പോലും ഗരുഡയെ പേടിയാ. കഴിഞ്ഞ ആഴ്ച ഈ കവലയിൽ നടന്ന അക്രമം കാണണോ? വാ കാണിച്ചില്ല. ഇത് പോലീസുകാർ കൊണ്ടുവച്ച ക്യാമറ. ഓ, ഒരു സോഡ കിട്ടുമോ?